Dear students, welcome to Tech Talks. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. ആ ഒരു പ്രോഗ്രാം നോക്കുക. ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചർ നെയിം എക്സാമ്പിൾ. ആ ഒരു സ്ട്രക്ചറിൻ്റെ സൈസ് ആണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. യൂസിങ് ദ ഫംഗ്ഷൻ സൈസ് ഓഫ്. ഒരു ഡേറ്റ ടൈപ്പിൻ്റെ സൈസ് പ്രിന്റ് ചെയ്യാനാണ് സൈസ് ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ആ ഒരു സ്ട്രക്ചറിൽ 3 മെമ്പേഴ്സ് വരുന്നുണ്ട്. എ, ബി ആൻഡ് സി. എ എന്ന് പറഞ്ഞ ക്യാരക്ടർ ടൈപ്പ് ആണ്. നമുക്കറിയാം ക്യാരക്ടർ ടൈപ്പ് എന്ന് പറയുമ്പോൾ 1 ബൈറ്റ് ആണ് അതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുക. ദെൻ ബി ഈസ് ഇൻറ്റീജർ ടൈപ്പ്. ഇൻറ്റീജർ ടൈപ്പ് 4 ബൈറ്റ്സ് അലോക്കേറ്റ് ചെയ്യും. ആൻഡ് ദ മെമ്പർ സി, ദാറ്റ്സ് ഓൾസോ ഇൻറ്റീജർ. ഇപ്പോൾ സിക്കും 4 ബൈറ്റ്സ് അലോക്കേറ്റ് ചെയ്യും. ഇപ്പോൾ സ്ട്രക്ചറിൻ്റെ സൈസ് എന്തായിരിക്കും? ക്യാരക്ടർ 1 ബൈറ്റ്, ദെൻ ഇൻറ്റീജർ 4 ബൈറ്റ്സ് എഴുതാം. ഇപ്പോൾ 1 + 4 + 4 9 ആയിരിക്കും. ബട്ട് ഈ ഒരു സ്ട്രക്ചർ സൈസ് പ്രിന്റ് ചെയ്യുമ്പോൾ 9 ആയിരിക്കും പ്രിന്റ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. കണ്ടോ, സൈസ് ഓഫ് സ്ട്രക്ചർ ഈസ് 12 ബൈറ്റ്സ്. എന്തുകൊണ്ടായിരിക്കും 12 ബൈറ്റ്സ് വരിക? ആക്ച്വലി കിട്ടേണ്ടത് 9 ബൈറ്റ്സ് അല്ലേ? എന്തുകൊണ്ടായിരിക്കും? അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, പാഡിങ്, സ്ട്രക്ചർ പാഡിങ് ഇൻ സി. നോട്ട്സിലോട്ട് വരാം. ഇൻ സി പ്രോഗ്രാമിംഗ്, structure padding refers to the automatic insertion of extra memory. Extra bytes add ചെയ്യുന്നുണ്ട്. That's done by the compiler, automatically done by the compiler to align data members in memory efficiently. എന്തുകൊണ്ടായിരിക്കും എക്സ്ട്രാ ബൈറ്റ്സ് ആഡ് ചെയ്യുക? ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ഒരു ഫിഗർ നോക്കുക. അവിടെ മെമ്മറിയാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് സ്ലോട്ട്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ മെമ്മറി സ്ലോട്ടിലും ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് 1 ബൈറ്റ് ആയിട്ടാണ്. ഒരു ബോക്സിൽ 1 ബൈറ്റ് സേവ് ചെയ്യാം. കൺസിഡർ our processor is 64 bits. സോ അതിൻ്റെ വേർഡ് സൈസ് എന്ന് പറയുന്നത് 64 ബിറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 8 ബൈറ്റ്സ്. 8 ബിറ്റ്സ് ചേർന്നതാണല്ലോ 1 ബൈറ്റ്. അപ്പോൾ 64 ബിറ്റ്സ് ഡിവൈഡ് ബൈ 8 ആണെന്ന് പറയുന്നത് 8 ബൈറ്റ്സ്. ഇനി എന്താണ് വേർഡ് സൈസ് എന്ന് പറയുക? ഒരു പ്രോസസ്സറിന് അറ്റ് എ ടൈം എത്ര ഡേറ്റ ഫെച്ച് ചെയ്യാം, മെമ്മറിയിൽ നിന്ന് എത്ര ഡേറ്റ എടുക്കാനായിട്ട് പറ്റും അറ്റ് എ ടൈം. അപ്പോൾ ഇവിടെ പ്രോസസ്സറിന് 64 ബിറ്റ്സ് എടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ 8 ബൈറ്റ്സ് അറ്റ് എ ടൈം എടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് വേർഡ് സൈസ് 8 ബൈറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, മെമ്മറി ഞാൻ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് 8 ബൈറ്റ്സ് വീതമാണ്. ഒരു സമയം, ഒരു സമയത്ത്, അല്ലെങ്കിൽ ഒരു സൈക്കിളിൽ 8 ബൈറ്റ്സ് ഫെച്ച് ചെയ്യാം. ഒരു ടൈം ഡ്യൂറേഷൻ സ്പെസിഫൈ ചെയ്യുന്നതാണ് സൈക്കിൾ എന്ന് പറയുക. നമുക്ക് ഇങ്ങനെ എടുക്കാം, ഒരു സ്റ്റെപ്പിൽ അല്ലെങ്കിൽ ഒരു ടൈമിൽ 8 ബൈറ്റ്സ് ഫെച്ച് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് സൈക്കിളിൽ 8 ബൈറ്റ്സ്, അടുത്ത ടൈമിൽ അല്ലെങ്കിൽ അടുത്ത സൈക്കിളിൽ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നെക്സ്റ്റ് 8 ബൈറ്റ്സ്, സോ ഓൺ. അങ്ങനെയാണ് പ്രോസസ്സർ മെമ്മറിയിൽ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്യുക. ഇനി നമ്മുടെ സ്ട്രക്ചർ സൈസ് നോക്കാം. സ്ട്രക്ചർ മെമ്പേഴ്സ് നോക്കുക. ക്യാരക്ടർ 1 ബൈറ്റ് അലോക്കേറ്റ് ചെയ്യും. ഇപ്പോൾ എക്ക് വേണ്ടിയിട്ട് 1 ബൈറ്റ്, ദെൻ ബിക്ക് 4 ബൈറ്റ്സ്, ദെൻ ഫോർ സി ഓൾസോ 4 ബൈറ്റ്സ്. അങ്ങനെ അലോക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കും മെമ്മറിയിൽ വരിക. കണ്ടോ, എക്ക് 1 ബൈറ്റ്, ബിക്ക് 4 ബൈറ്റ്സ്, സിക്ക് 4 ബൈറ്റ്സ്. ടോട്ടൽ 9 ബൈറ്റ്സ് വേണ്ടി വന്നു. അപ്പോൾ ഫസ്റ്റ് സൈക്കിളിൽ എ, ബി, സിയുടെ മെജോറിറ്റി പാർട്ട് ഫെച്ച് ചെയ്യും. സിയുടെ റിമൈനിങ് പാർട്ട് സെക്കൻഡ് സൈക്കിളിലെ ഫെച്ച് ചെയ്യാനായിട്ട് പറ്റും. എ, ബി ആൻഡ് സി ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്റ്റെപ്സ് വേണ്ടി വരും, അല്ലെങ്കിൽ 2 സൈക്കിൾസ് വേണ്ടി വരും. ദെൻ എ മാത്രം ഫെച്ച് ചെയ്യാനാണെങ്കിലോ 1 സൈക്കിൾ മതി. ഫസ്റ്റ് സൈക്കിളിൽ തന്നെ എ മാത്രം ഫെച്ച് ചെയ്യാം. ദെൻ എയും ബിയും ഫെച്ച് ചെയ്യണമെങ്കിലോ അവിടെയും ഫസ്റ്റ് സൈക്കിളിൽ തന്നെ എയും ബിയും ഫെച്ച് ചെയ്യാം. എയും ബിയും സിയും ഫെച്ച് ചെയ്യാനായിട്ട് 2 സൈക്കിൾസ് വേണ്ടി വരും. ദെൻ സി മാത്രം ഫെച്ച് ചെയ്യണമെങ്കിലോ മെമ്മറിയിൽ ഇതേപോലെ ഡേറ്റ അലോക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി മാത്രം ഫെച്ച് ചെയ്യാനും 2 സൈക്കിൾസ് വേണ്ടി വരും. സി മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ബൈറ്റ്സ് ആണ്, പക്ഷെ മെമ്മറിയിലെ ഡേറ്റ ഇതേപോലെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന കാരണം 2 സൈക്കിൾസ് വേണ്ടി വരും. സിയുടെ ഫസ്റ്റ് 3 ബൈറ്റ്സ് ഫസ്റ്റ് സൈക്കിളിൽ ഫെച്ച് ചെയ്യും. സിയുടെ ലാസ്റ്റ് ബൈറ്റ് സെക്കൻഡ് സൈക്കിളിൽ ഫെച്ച് ചെയ്യും.
2 സൈക്കിൾസ് വീതമാണ്. സി മാത്രമാണെങ്കിൽ കൂടി എടുക്കുക, 2 സൈക്കിൾസ് വേണ്ടി വരും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാഡിങ്ങിലോട്ട് പോവുക, എക്സ്ട്രാ ബൈറ്റ്സ് ആഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് ഫിഗർ നോക്കുക. ആദ്യം എ അലോക്കേറ്റ് ചെയ്തു, റിമൈനിങ് 4 ലൊക്കേഷൻസിൽ ബി അലോക്കേറ്റ് ചെയ്തു. ഇനി സി അലോക്കേറ്റ് ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് 4 ലൊക്കേഷൻസ് വേണ്ടി വരും. അപ്പോൾ കണ്ടിന്യൂസ് 4 ലൊക്കേഷൻസ് എടുക്കാനില്ല, ഫസ്റ്റ് സൈക്കിളിൽ തന്നെ കണ്ടിന്യൂസ് 4 ലൊക്കേഷൻസ് എടുക്കാനില്ല. അവിടെ 3 ലൊക്കേഷൻസ് എംപ്റ്റി സ്പേസ് അലോക്കേറ്റ് ചെയ്യും. അതിനുശേഷം സി അലോക്കേറ്റ് ചെയ്യും. അതിനുശേഷം വരുന്ന 4 ലൊക്കേഷൻസ് സി അലോക്കേറ്റ് ചെയ്യും. ഇങ്ങനെ എക്സ്ട്രാ ബൈറ്റ്സ് ആഡ് ചെയ്യുന്നതിനെയാണ് പാഡിംഗ് എന്ന് പറയുക. ഇങ്ങനെ കൊടുത്തതിൻ്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? അവിടെ ടോട്ടൽ മെമ്മറി ലൊക്കേഷൻസ് കൂടുതൽ വേണ്ടി വരും. ബട്ട് മറ്റൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. സി മാത്രം ഫിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സൈക്കിൾ മാത്രം മതി. ഈ മെമ്മറി ലൊക്കേഷൻസ് മാത്രം ഫിച്ച് ചെയ്താൽ മതി. ഒരു സൈക്കിൾ മാത്രം മതി സി ഫിച്ച് ചെയ്യാനായിട്ട്. സെലക്ട് ചെയ്ത് മെമ്മറി ലൊക്കേഷൻസ് ഫിച്ച് ചെയ്യാനായിട്ട് പറ്റും, ഒരു സൈക്കിൾ മതി. എയും ബിയും സിയും കൂടി ഫിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 2 സൈക്കിൾസ് വേണ്ടി വരും. ഇവിടെയും 2 സൈക്കിൾസ് തന്നെയാണ്. ബട്ട് സി മാത്രം ഫിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒരു സൈക്കിൾ മതി. ഒരു സൈക്കിളിൽ മാക്സിമം 8 ബൈറ്റ്സ് എനിക്ക് ഫിച്ച് ചെയ്യാം. ഇവിടെ 4 ബൈറ്റ്സ് മാത്രമേ ഉള്ളൂ സി. ഒരു സൈക്കിൾ മാത്രം മതി, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മാത്രം മതി സി ഫിച്ച് ചെയ്യാനായിട്ട്. കുറച്ചുകൂടി എഫിഷ്യൻ്റ് ഇതാണ്. ഇതേപോലെ എക്സ്ട്രാ സ്പേസസ് ആഡ് ചെയ്യുന്നതിനെയാണ് സ്ട്രക്ചർ പാഡിംഗ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ടോട്ടൽ സ്പേസ് എത്രയാണ്? 12 ബൈറ്റ്സ് ആണ് ഈ ഒരു സ്ട്രക്ചറിൻ്റെ സൈസ്. ഇതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അവിടെ സി ഇൻറ്റീജർ ടൈപ്പ് മാറ്റി ഡബിൾ എന്ന് കൊടുക്കുകയാണ്. ഡബിൾ എത്ര ബൈറ്റ്സ് ആണ്? ഡബിൾ എന്ന് പറയുന്നത് 8 ബൈറ്റ്സ് ആണ്. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? 16 ബൈറ്റ്സ്. 16 ബൈറ്റ്സ് ആയിരിക്കും ഇതിൻ്റെ റിസൾട്ട്. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 16 ബൈറ്റ്സ്. ഫസ്റ്റ് 8 ബൈറ്റ്സിലായിട്ട് എയും ബിയും അലോക്കേറ്റ് ചെയ്യും. 4 + 1 5 ബൈറ്റ്സ്. റിമൈനിങ് 3 ബൈറ്റ്സ് എംപ്റ്റി സ്പേസ് ആയിട്ട് എടുക്കും. അപ്പോൾ 8 ബൈറ്റ്സ്. 8 ബൈറ്റ്സിലായിട്ട് എയും ബിയും ഇൻസെർട്ട് ചെയ്യും. Then another 8 bytes allocated for C. For total bytes 16. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? അതുകൂടി പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ്സിലായിട്ട് എന്തായാലും നമുക്ക് യൂണിയൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.